രണ്ട് തക്കാളിയും കുറച്ച് ഉണക്ക ചെമ്മീനും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കാര്യം കുശാലാണ് കേട്ടോ. ആദ്യം തന്നെ ചെമ്മീൻ നന്നായി ഒന്ന് കഴുകിയിട്ടുണ്ടല്ലോ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഒരു ചട്ടി എടുക്കുക. ഇനി ആ തക്കാളി 2 നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടെടുക്കുക. പച്ചമുളക് ഉണ്ടമുളക് ഇട്ടെടുക്കണത് ഭയങ്കര എരിവാണ് ഉണ്ടമുളകിന്. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികളായിട്ടേ മഞ്ഞപ്പൊടി 1/4 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഉപ്പും ചേർത്തത് ഇതേപോലെ കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർക്കാട്ട. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോ തന്നെ നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാട്ട. ചെമ്മീൻ ചേർത്ത് അത് നല്ലോണം ഒന്ന് തിളക്കണേ. തിളച്ച് കഴിയണ സമയം കൊണ്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ചെറുകിയ തേങ്ങയിലേക്ക് ഒരു 4-5 ചെറുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെമ്മീൻ കൂടി ഇട്ട് അരയ്ക്കുക. വെള്ളം ചേർത്തിട്ട അടിപൊളിയായിരിക്കും കേട്ടോ ഈ അരപ്പിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് അരയ്ക്കുമ്പോ. എന്നിട്ട് ആ അരപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് സെറ്റ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. തട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറുള്ളി തന്നെ ഉപയോഗിക്കണം കേട്ടോ. ചെറുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റി കറിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കുന്ന അറിയാത്തവർക്ക് വേണ്ടി മാത്രം